ഇന്ന് നമുക്ക് ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ ടൈപ്സ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്വാൻറ്റേജ്, ഡെബിറ്റ് കാർഡിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് സ്പെസിഫിക് ആയിട്ട് ഒരു ടൈപ്പ് ഓഫ് ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പേര് ചോദിച്ചിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജോ ഡീമെറിറ്റോ ഒക്കെ എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ അതിൽ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചാലും കോമൺ ആയിട്ട് ഇ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജ് ചോദിച്ചാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയാൽ മതി. ഏകദേശം സിമിലർ ആണ് എല്ലാത്തിൻ്റെയും അഡ്വാൻറ്റേജും ഡീമെറിറ്റും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാണ് കൺവീനിയൻസ്. അതായത് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ടൈമിലും എവിടെ വെച്ച് വേണമെങ്കിലും നടത്താൻ പറ്റും അല്ലേ. ഇറ്റ് ക്യാൻ ബി മെയ്ഡ് അറ്റ് എനി ടൈം എനിവെയർ. അതായത് നമ്മുടെ കൺവീനിയൻ്റ് ആണ്. കൺസ്യൂമേഴ്സിന് ഏതൊരു സ്ഥലത്തു നിന്നും ഏതൊരു പ്ലേസിലും ഓൺലൈനായിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. സോ കൺവീനിയൻറ്റ് മെത്തേഡാണ്. പിന്നെ പറയുന്നത് സ്പീഡാണ് അല്ലേ. നമുക്കിപ്പോൾ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. സോ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ്, സ്പീഡായിട്ടുള്ള പേയ്മെൻറ്റ് അവിടെ പോസിബിൾ ആവുന്നുണ്ട്. അടുത്തത് പറയുന്നത് സെക്യൂരിറ്റിയാണ്. അതായത് നമ്മളിവിടെ പേയ്മെൻറ്റ് സിസ്റ്റം ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത്, പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് അവിടെ ആ ഒരു മോഡേൺ സിസ്റ്റത്തിനുള്ളിലും എൻക്രിപ്ഷനും അതുപോലെ തന്നെ ഓതൻറ്റിക്കേഷനൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഡാറ്റ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സെക്യൂരിറ്റി മെഷേഴ്സും ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഈ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സെക്യൂർഡുമാണ്. ഇനി ഇതിൻ്റെ റെക്കോർഡ് കീപ്പിംഗ് ആണ്. അതായത് ഈ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡിജിറ്റലായിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു പേയ്മെൻറ്റ് സക്സസ്ഫുൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ്സ് എല്ലാം തന്നെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവിടെ റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ റെക്കോർഡ് കീപ്പിംഗ് എന്ന് പറയുന്നത് പോസിബിളാണ്. അടുത്തതായിട്ട് പറയുന്നത് റിഡ്യൂസ്ഡ് ക്യാഷ് ഹാൻഡ്ലിംഗ്. അതായത് നമുക്ക് ഫിസിക്കൽ മണി നമ്മൾ പോകുന്ന എല്ലാ സ്ഥലത്തും ക്യാരി ചെയ്ത് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഫിസിക്കലായിട്ട് നമ്മൾ ക്യാഷ് അല്ലെങ്കിൽ മണി ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ കുറേ റിസ്ക് ഉള്ളിലുണ്ട്. നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ മണി എന്ന് പറയുന്നത് ക്യാരി ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല എന്നതാണ് പറയുന്നത്. സോ ആ റിസ്കുകളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ പറയുന്നത് ഗ്ലോബൽ റീച്ചാണ്. അതായത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ പോലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഈ പേയ്മെൻറ്റ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഗ്ലോബൽ റീച്ച് അതിനുണ്ട്. പിന്നെ ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അതായത് നമ്മൾക്കിവിടെ എന്താ പറയുക, ഡിജിറ്റലായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ പേപ്പർ വർക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ പ്രിൻറ്റിങ്, ക്യാഷ് ഹാൻഡിൽ ചെയ്യുക, അതിനോട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സ്പെൻസസ് ഒക്കെ നമുക്ക് മാക്സിമം റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ പറയുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സിസ്റ്റമാണിത്. അതായത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആപ്ലിക്കേഷൻസ് വഴിയോ കാർഡ് വഴിയോ ഓൺലൈൻ ബാങ്കിങ് വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പേയ്മെൻറ്റ് നടത്താൻ പറ്റും. സോ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇതിലില്ല. ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഈ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഡീമെറിറ്റ് ചോദിച്ചാലും നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് ഇത് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പറയുന്നത് സെക്യൂരിറ്റി റിസ്ക് ആണ്. ഇത് ഡിജിറ്റലായിട്ടാണ്, ഓൺലൈനായിട്ടാണ് നമ്മളിത് ഈ പറയുന്ന പേയ്മെൻറ്റ് നടത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി റിസ്ക് ഉറപ്പായിട്ട് അതിലുണ്ടാവും. ഓക്കെ, അതായത് നമ്മുടെ ഇൻഫോർമേഷൻ ഹാക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഫിഷിങ്, ഫേക്ക് ആയിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളും അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള സൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഡാറ്റ തെഫ്റ്റ്, നമ്മുടെ ഡാറ്റ നഷ്ടപ്പെട്ടു പോകാനായിട്ടോ ഒക്കെയുള്ള ചാൻസ് അവിടെ ഉണ്ട്. രണ്ടാമത്തെ പറയുന്നത് ടെക്നിക്കൽ ഇഷ്യൂസ് വരാം. അതായത് ഇപ്പോൾ നമ്മളൊരു സിസ്റ്റം വഴിയായിട്ടൊക്കെ ആയിരിക്കും ഈ പറയുന്ന ഈ പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ സിസ്റ്റം ഫെയിലേഴ്സ് വന്നെങ്കിലോ അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ പറയുന്നത് ലാക്ക് ഓഫ് പ്രൈവസി. അതായത് ഈ പറയുന്ന ഡിജിറ്റൽ പേയ്മെൻറ്റ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞു അവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റെക്കോർഡ്സ് ഒക്കെ അപ്പോൾ തന്നെ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കവിടെ പ്രൈവസി എന്ന് പറയുന്നത് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പ്രൈവസി ഇഷ്യൂസ് വരാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. പറയുന്നത് ഡിപ്പെൻഡൻസ് ഓൺ ടെക്നോളജിയാണ്. അതായത് നമുക്ക് ഈ ഒരു ഇ പേയ്മെൻറ്റ് നടത്തണം എന്നുണ്ടെങ്കിൽ ടെക്നോളജി അവിടെ വേണം. അതായത് ഇൻ്റർനെറ്റ്, സ്മാർട്ട് ഫോൺ, കാർഡ് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ വേണം. അങ്ങനെ ഒരു പ്ലേസിൽ മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ പറയുന്നത് ട്രാൻസാക്ഷൻ ചാർജ് എന്ന് പറയുന്നത്, അതായത് ചില ഇ പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ചില പ്ലാറ്റ്ഫോംസ് ഒക്കെ എന്ത് ചാർജ് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു പ്ലാറ്റ്ഫോം ഫീ, അതായത് അവരുടെ ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അതിനൊരു പ്ലാറ്റ്ഫോം ഫീ അല്ലെങ്കിൽ ചാർജൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗൂഗിൾ പേയിലൊക്കെ നമ്മൾ ഒരു നിശ്ചിത എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് പേ ചെയ്യുകയാണെങ്കിൽ, ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ നമ്മളവിടെ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 2-3 രൂപയൊക്കെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ ട്രാൻസാക്ഷൻ ചാർജ് അവിടെ വരാനായിട്ടുള്ള ചാൻസ് അവിടെയുണ്ട്. പിന്നെ പറയുന്നത് റിസ്ക് ഓഫ് ഫ്രോഡ്, അതായത് ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് അവിടെയുണ്ട്. സോ നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് നടത്തിയാൽ നമുക്ക് ഫിനാൻഷ്യൽ ലോസ് അവിടെ സംഭവിക്കും. പിന്നെ പറയുന്നത് ഡിജിറ്റൽ ഇല്ലിട്രസി, അതായത് എല്ലാവർക്കും ഈ പറയുന്ന ഓൺലൈൻ പേയ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് നടത്താൻ പറ്റില്ല. കാരണം ഡിജിറ്റലായിട്ട് ലിറ്ററേറ്റ് ആയിട്ടുള്ള അറിവുള്ളവർക്ക് മാത്രമേ, ഈ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ഇ പേയ്മെൻറ്റ് സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ.